ഇങ്ങോട്ട് വാ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ജനീവയിലെ വളരെ പ്രസിദ്ധമായ കാർ ഷോ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ഹാളിലാണ്. അതായത് ലോകത്തുള്ള മിക്കവാറും എല്ലാ കമ്പനികളുടെയും കാറുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും വരുന്നത്. ഇപ്പം 10-15 ദിവസത്തേക്കാണ് ഈ ഷോ വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നടക്കുകയാണ്. ഇത് നോക്കുക. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മസറട്ടി കാറിൻ്റെ ഇതിനകത്താണ്. ഇവിടെ അങ്ങനെ ആരെയും കയറ്റില്ല. അവർ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്ത് വരുത്തിയിരിക്കുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ VIP ലോഞ്ചിൻ്റെ കാർഡും അവർ അയച്ചു തന്നു. അത് പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വണ്ടിയിൽ നമുക്കിവിടെ എല്ലാവരുടെ വണ്ടിയിലെല്ലാം കയറാം. കാരണം അങ്ങോട്ട് നോക്കി പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ ഇങ്ങോട്ട് കയറാനായിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷേ ആരെയും അങ്ങനെ കയറ്റില്ല. കാർഡും ഇൻവിറ്റേഷനും ഇല്ലാത്തവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റില്ല. എല്ലാവർക്കും വന്ന് പുറമേ നിന്ന് വണ്ടികൾ കണ്ടു പോവാം. ഇത് എൻ്റെ സഹധർമ്മിണിയാണ്. നമസ്കാരം. എന്തോ പറഞ്ഞേ? ഹലോ. വല്ലതും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? നമസ്കാരം പറഞ്ഞു. എന്നോടാണോ പറഞ്ഞേ അതോ എല്ലാവരും? ആഹാ. അപ്പം അവൾ നമസ്കാരം പറഞ്ഞു. അവളിപ്പം മസറട്ടിയുടെ ഒരു SUV-യിൽ കയറിയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പുറമേ നിന്ന് കാറുകൾ കാണാം, പക്ഷേ അകത്ത് കയറാൻ പറ്റില്ല. അകത്ത് കയറാൻ അനുവാദമില്ല. അവർ മസറട്ടിയുടെ ഏറ്റവും പുതിയ മോഡലാണ്, SUV ആണ്. ഇതിൻ്റെ അകമേ ഇപ്പോഴത്തെ ഇതനുസരിച്ച് എല്ലാ മൾട്ടി സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ്, അതുപോലെ നാവിഗേഷൻ, അതുപോലെ തന്നെ മ്യൂസിക്, ഇതെല്ലാം TV, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഈ വണ്ടിയുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് 270 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം, സ്പീഡിൽ യാത്ര ചെയ്യാവുന്ന വണ്ടിയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുമെന്ന് നമുക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയേക്കുന്ന ആകെപ്പാടെ 225 കിലോമീറ്റർ, 230 കിലോമീറ്ററിന് അടുത്താണ് പോയേക്കുന്നത് സ്പീഡിൽ. അത് കൂടുതൽ പോയിട്ടില്ല. ജർമ്മനി കൂടെയാണ് പോയത്. ഇവിടെയൊക്കെ പോയി കഴിയുന്ന എൻ്റെ ലൈസൻസും പോകും, അകത്ത് ജയിലിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മസറട്ടി എന്നുള്ള ഇതിൻ്റെ ഇതിൽ കിടക്കുകയാണ്. അവിടെ എൻ്റെ മൂത്ത ചേട്ടനാണ്, സഹോദരനാണ്. ഇതെൻ്റെ കുഞ്ഞു പിള്ളേർ. ചേട്ടനാണ് എന്നെ ഇവിടെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത്. നമസ്കാരം. ഒന്ന് ഹായ് പറഞ്ഞേര്. നമസ്കാരം. ഹായ്. ഇത് എൻ്റെ പ്രിയപുത്രൻ സൂര്യ പോൾ. എങ്ങനെയുണ്ട് സൂര്യ ഇവിടെ വന്നിട്ട്, കാർ ഷോ വന്നിട്ട്? അടിപൊളി. ഗൈൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്ന്. അത് തന്നെ. കുഞ്ഞു കൊച്ചേ സാഗർ ഇവിടെ വരൂ. സാഗർ ഇവിടെ വാ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് കാർ ഷോ കണ്ടിട്ട്? എങ്ങനെയുണ്ട് സാഗറെ? ഫെറാറിയോ? അവൻ ഫെറാറിയുടെ ആളാണ്. അവന് അതെ, അവന് ലംബോർഗിനി ഇഷ്ടമാണ്. അതെ, ലംബോർഗിനി, ഫെറാറി, ബുക്കാട്ടി ഇങ്ങനെയുള്ള കാറുകളാണ് അവന്. അതെ, ബുക്കാട്ടി. എന്താ ബുക്കാട്ടി? അതൊന്നും എനിക്കറിയില്ല. നമ്മൾ പാവപ്പെട്ട മനുഷ്യനായിട്ട് കേട്ടോ, എനിക്കറിയില്ല ഇങ്ങനെയുള്ള കാറുകളൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ അംബാസഡർ കാറ് അല്ലെങ്കിൽ മാരുതി 800 ഇങ്ങനെയൊക്കെയുള്ള കാറുകളാണ് എനിക്ക് പരിചയം. ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാറുകളൊക്കെ എനിക്ക് വളരെ ചുരുക്കമാണ് അറിയാവുന്നത്. ഓടിക്കുന്നത് BMW ആണെങ്കിലും. എനിവേ, ഇതാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെയാണ്. ജനീവ കാർ ഷോ 2017 ജനീവ കാർ ഷോ. ഫെറാറി, അതോടെ ഫെറാറിയുടെ കാറാണ് കിടക്കുന്നത്. കാരണം ഇവർ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് വളരെ എണ്ണപ്പെട്ട ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവരുടെ കാറുകൾ മേടിച്ചിട്ടുള്ള ആൾക്കാർക്കേ ഉള്ളൂ ഇവർ ഇൻവിറ്റേഷൻ കൊടുത്ത് ഇവിടെ വരുത്താറുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തോ ഇതിൽ നമുക്ക് കിട്ടി. ഞാൻ
പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നെ കാണിച്ചില്ലല്ലോ. ദൈവമേ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിവിടെ ഉണ്ട്, ഒരു പാവപ്പെട്ടവനാണേ. തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങളിനി ഇവിടുന്ന് മസറട്ടിയുടെ ഇത് കഴിഞ്ഞ് ഞങ്ങളിനി അടുത്ത കാറിൽ ബെൻസിൻ്റെ ഇതുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. ബെൻസ് BMW കാറുകളാണ്, അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ് അടുത്തത്. ഇനി ഇതുപോലെ അവിടെ ചെന്ന് വിളിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഇത്രയും വർഷങ്ങളായാണ് ഇവിടെ, കുറേ വർഷങ്ങളായി, 10-15 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും എൻ്റെ സഹധർമ്മിണി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്? എല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ട്? പുരിയം പൊക്കി കാണിക്കുന്നേ. മേടിച്ചാൽ കൊള്ളാം. നമ്മൾ പാവപ്പെട്ടവരെ, നമുക്കൊന്നും പറ്റില്ല. നമ്മൾ പാവം മലയാളികൾ, കോട്ടയംകാര്. അത് കേൾക്കിട്ടെ ചോദിച്ചിട്ട് ഇവിടെ വന്ന് ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് സംഭവങ്ങൾ? നല്ലതാണ്, കാണാൻ നല്ലതാണ്. ഇവിടുത്തെ ട്രീറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ട്രീറ്റ് ആണ്. ആണോ? അത് എല്ലാവർക്കും അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല, എൻ്റെ കൂട്ടത്തിൽ വന്നുകൊണ്ടാണ് കിട്ടിയത് അല്ലേ? അതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ, അതെ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ആയിക്കോട്ടെ, എന്നാൽ ശരി, നമസ്കാരം.